അൾത്താരയിൽ തിരിതെളിഞ്ഞു സ്വർഗീയമാമി വേദിയിൽ അണയാ നമുക്കണയാ ഈ ബലിയിൽ പങ്കുചേരാ. അൾത്താരയിൽ തിരിതെളിഞ്ഞു സ്വർഗീയമാമി വേദിയിൽ അണയാ നമുക്കണയാ ഈ ബലിയിൽ പങ്കുചേരാ. ദൈവജനമേ വരൂ, ബലിയോടു ചേർന്നിടൂ. ദൈവജനമേ വരൂ, ബലിയോടു ചേർന്നിടൂ. കാൽവരിക്കുന്നിലെ ദിവ്യയാഗം പിൻഗമിച്ചിടാം ഒരുമയോടെ. കാൽവരിക്കുന്നിലെ ദിവ്യയാഗം പിൻഗമിച്ചിടാം ഒരുമയോടെ. വിദ്വേഷമെല്ലാം മറന്നിടാം, വിശ്വാസത്തോടണിചേരാ. അൾത്താരയിൽ തിരിതെളിഞ്ഞു സ്വർഗീയമാമി വേദിയിൽ അണയാ നമുക്കണയാം ഈ ബലിയിൽ പങ്കുചേരാ. അൾത്താരയിൽ തിരിതെളിഞ്ഞു സ്വർഗീയമാമി വേദിയിൽ അണയാ നമുക്കണയാം ഈ ബലിയിൽ പങ്കുചേരാ. This is the day that the Lord has made. Let us rejoice and be glad in it. Psalms 118, verse 24. Dear children, parents, and catechism teachers, on this auspicious day, as we enter into a new catechetical year, let us ask the help of the Holy Spirit so that we may gain the holy wisdom that sits by the throne of the Lord. God, out of His mercy, has given us again an opportunity to learn more about Him, even when we are confined to the walls of our house. When we step into this new catechetical year, let us ask all the graces from the Eucharistic Lord. On this occasion, the catechetical department would like to welcome our dear Bishop. Our Bishop is a loving and caring father. He has come here to pray for us and to celebrate the Holy Qurbana and to inaugurate this new catechetical year. Let's welcome him. At the same time, let us join along with him in this Eucharistic celebration. By seeking the intercession of Saint Joseph and Blessed Virgin Mary, let us offer all our intentions on the altar and participate in this Eucharistic celebration, which is offered to a loving God the Father. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ
ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകയണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും.
അരജനിലോ നരനൊരുവനിലോ ശരണം തേടാ തുനിയരുതേ. കനിവോടു കർത്താവേകുന്നു പശിയുള്ളോർക്കും ആഹാരം, ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാണു തുറന്നിടുവോൻ, താഴ്ന്ന മുഖങ്ങളുയർത്തിടുവോൻ കർത്താവല്ലോ എന്നാളും. കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനാ, സെഹിയോനേ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. താതനും അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ അനവരതം. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷമാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഇടയ്ക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനും നിത്യവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ
കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 1 അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. ഗുരു ആശ്രയിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സോദോമിന്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗോമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാബത്തും സമ്മേളനങ്ങളും, നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു. അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോട് നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞ പോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. The second reading, the reading from the first letter of Saint Paul to the Corinthians, chapter 9, verses 19 to 27. Bless me, Lord. May Christ bless you. For though I am free from all men, I have made myself a slave to all, that I might win the more. To the Jews I became as a Jew, in order to win the Jews. To those under the law I became as one under the law, though not being myself under the law, that I might win those under the law. To those outside the law I became as one outside the law, not being without law towards God, but under the law of Christ, that I might win those outside the law. To the weak I became weak, that I might win the weak. I have become all things to all men, that I might by all means save some. I do it all for the sake of the gospel, that I may share in its blessings. Do you not know that in a race all the runners compete,
but only one receives the prize. So run, that you may obtain it. Every athlete exercises self-control in all things. They do it to receive a perishable wreath, but we an imperishable. Well, I do not run aimlessly. I do not box as one beating the air, but I pommel my body and subdue it, lest after preaching to others, I myself should be disqualified. This is the word of the Lord. Praise be to Jesus Christ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലൻ നാവിപ്പോ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്നും തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവരും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുക്കുന്നിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതിൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള മക്കളെ, as we all know, today we are beginning a new catechetical academic year. Dear children,
In a very special way, I would like to remind you about the importance of faith formation. So you should take special interest in learning catechism. You should love faith formation. Why? Because in catechism, we are learning primarily about Jesus and faith. If you love Jesus, you would love faith formation, catechism classes. Always bear in mind and take special interest in catechetical formation. And dear teachers, you put in special effort, especially to teach online catechism. You are taking special interest also. Thereby, I would say, you become more pleasing to God, to Jesus, the divine teacher, divine master. You become closer followers of Jesus, because Jesus was the first one to teach about faith. And about parents, my dear parents, you should encourage your children. You should motivate the children to learn catechism. In their faith formation, you should be the inspiration for them. So we see that catechism or faith formation of the children is a coordinated effort of all of us, children, teachers, parents, parish priest, and sisters. All of us are working together. Why? Because faith formation is the most important task of the church. So let us all collaborate and work together for the faith formation of our children. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ 3 വായനകൾ നമ്മൾ വായിച്ചു കേട്ടു. The first reading was from book of Isaiah chapter 1. അവിടെ ദൈവത്തിന് എന്താണ് പ്രീതികരമായിട്ടുള്ളത്? നമ്മുടെ വെറുതെ ബലികളും കാഴ്ചകളും അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. അവിടെ പറയുകയാണ്, ബി ഗുഡ് ആൻഡ് ട്രൈ ടു ലീവ് എ ലൈഫ് ഓഫ് റൈറ്റസ്നെസ് ഓർ ജസ്റ്റിസ്. നീതിയുടെ ജീവിതം നയിക്കുക, നന്മ ചെയ്യുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആരാണ് നീതിമാനായ മനുഷ്യൻ? ഹു ഈസ് എ റൈറ്റസ് പേഴ്സൺ ബിഫോർ ഗോഡ്, വൺ ഹു ഒബേസ് ഓൾ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും പാലിക്കുന്നവർ. യഹൂദർക്ക് 10 കൽപ്പനകൾ മാത്രമല്ല, അത് 600 കൽപ്പനകൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം പാലിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവർ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, എല്ലാവരും നേടാൻ വേണ്ടി ഞാൻ ഇതെല്ലാം പാലിച്ചു, എല്ലാവർക്കും അധീനനായി തീർന്നു എന്ന് പറയുകയാണ്. അപ്പം നിയമത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു നീതിയെക്കുറിച്ചായിരുന്നു പഴയ നിയമം പറഞ്ഞത്. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ സക്രിയാസിനെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും വായിക്കുന്നുണ്ട്. അവർ ഇരുവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിനിഷ്ഠരായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും പാലിച്ചു. They obeyed all the commandments, so they were righteous in the sight of God. നിയമം അനുഷ്ഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ നിയമാനുഷ്ഠാനത്തിലൂടെയുള്ള നീതിയെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നിയമാനുഷ്ഠാനത്തെക്കാൾ ഉപരിയായിട്ട് സ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്ന ഒരു നീതീകരണം, അതാണ് നമ്മൾ. ഉദാഹരണം നമ്മൾ കണ്ടാൽ, നമ്മൾ 3 സമാന്തര സുവിശേഷത്തിലും കാണുന്നുണ്ട്. ഒരു യുവാവ് ഈശോയുടെ പക്കൽ നിന്ന് ചോദിക്കും, വാട്ട് ഷുഡ് ഐ ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്? നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു, കൽപ്പനകളെല്ലാം പാലിക്കുക. ഉടനെ അവൻ മറുപടി പറഞ്ഞു, റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഓർ യൂത്ത് ഐ ഹാവ് ബീൻ ഒബേയിങ് ഓൾ ദ കമാൻഡ്മെൻറ്റ്സ്. അപ്പോൾ ഈശോ പറഞ്ഞു, ഒരു കുറവ് കൂടിയുണ്ട് നിനക്ക്. എന്താണ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിയമം അത് അനുശാസിക്കുന്നില്ലായിരുന്നു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ഒരു നിയമവും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ നിയമം അത് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം വെറും പഴയ നിയമത്തിലെ നിയമങ്ങളല്ല, നിയമങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് ഈശോ വന്നതിന് ശേഷം ഈശോ പറഞ്ഞു, നിയമങ്ങൾ ഇല്ലാതാക്കുകയല്ല, ഞാനൊരു പുതിയ കൽപ്പന നൽകുകയാണ്. ആ സ്നേഹത്തിന് നിയമം നൽകിയിട്ടുണ്ട്. ആ സ്നേഹമാണ് നിയമത്തിൻ്റെ എല്ലാം പൂർത്തീകരണം എന്ന് പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിലും പറയുന്നുണ്ട്. 13-ാം അധ്യായം 10 നിയമം സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കുക പോലുമില്ല. അപ്പോൾ നിയമജ്ഞരെയും ഒക്കെ നീതി എന്ന് പറഞ്ഞത് നിയമമല്ല, അക്ഷരാം പ്രതി അങ്ങ് പാലിക്കുക എന്നുള്ളതാണ്. ഈശോ പറഞ്ഞു പുതിയ നിയമത്തിൽ അതല്ല, അതിലുപരിയായിട്ട് ഒരു സ്നേഹത്തിൻ്റെ നിയമം നമ്മെ കടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പ്രവർത്തികളും നമ്മൾ ഓർക്കണം, ഞാൻ വെറുതെ നിയമം മാത്രം അനുഷ്ഠിക്കുകയാണോ അതോ സ്നേഹം എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ പ്രവർത്തിക്കുകയാണോ ചെയ്യുന്നത്? ഉദാഹരണം എടുത്താൽ ലാസറിൻ്റെയും ആ ധനികൻ്റെയും ഉപമ. ധനികനായ മനുഷ്യൻ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചു, നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തില്ല, പക്ഷെ സ്നേഹം ആവശ്യപ്പെട്ട് ചെയ്യാൻ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ നല്ല സമരക്കാരൻ്റെ ഉപമ ഈശോ പറയുകയാണ്, ആ പുരോഹിതൻ്റെ ലേവായനും നിയമം അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. ആ മൃതശരീരത്തെ തൊടാൻ പാടില്ലാത്ത നിയമമാണ്, പക്ഷേ ആ സമരക്കാരൻ മാത്രം സ്നേഹം ആവശ്യപ്പെടുത്തി ചെയ്തു.
അതാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. നിയമമല്ല, നിയമം പറഞ്ഞതിന് ശേഷം സ്നേഹത്തിൻ്റെ ഒരു നിയമമാണ്. ആ സ്നേഹം അനുസരിച്ച് ആ സ്നേഹം ആവശ്യപ്പെടുന്നത് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. പഴയ നിയമത്തിലെ നിയമം എന്തായിരുന്നു? ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കുന്നത്, തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. അതായിരുന്നു പഴയ നിയമത്തിലെ ദ ഗോൾഡൻ റൂൾ. തന്നെത്താൻ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഒരു ഒന്ന് ഓടി വന്ന് ചോദിക്കുന്നത്, ആരാണ് അയൽക്കാരൻ? ഈശോ അയൽക്കാരൻ പറയുന്നത് എല്ലാവരും അയൽക്കാരാണ്. എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കാനും അല്ലെങ്കിൽ നന്മ ചെയ്യാനും കടപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞ് ഈശോ അതിന് വിശാലമായ അർത്ഥം കൊടുത്തു. മാത്രമല്ല, ഇന്നത്തെ സുവിശേഷത്തിന് പോലെ വായിച്ച് കേൾക്കുമ്പം സ്നേഹത്തിൻ്റെ ഒരു പുതിയ മാനമാണ് നൽകുന്നത്. സ്നേഹിക്കുന്നവരെയല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ മാത്രമല്ല, മറിച്ച് ശത്രുക്കളെ പോലും സ്നേഹിക്കണം. നിന്റെ ഒരു ചെവിട്ടത്ത് അടിച്ചാൽ മറ്റേ ചെവിടുകൂടി കാണിച്ചു കൊടുക്കണം. അത് നിയമത്തിലില്ല. നിയമം പറഞ്ഞിരുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പ്രതികാരം ചെയ്യാനാണ് പറഞ്ഞത്. യേശു പറഞ്ഞു അങ്ങനെയല്ല. ഈ സംബഡി ബീറ്റ്സ് യു ഓൺ ദ റൈറ്റ് cheek, ഷോ ദ റൈറ്റ് ദ അതർ വൺ ഓൾസോ. 1 മൈൽ നടക്കാൻ പറഞ്ഞാൽ 2 മൈൽ നടക്കണം. ഇതൊന്നും നിയമത്തിലില്ല. നീ അത് സ്നേഹം ആവശ്യപ്പെടുന്ന ചില കടമകളാണ്, കടപ്പെടുത്തലുകളാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ നിയമം അനുസരിച്ചോ എന്നുള്ളതല്ല, സ്നേഹം എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ പ്രാവർത്തികമാക്കിയോ എന്നുള്ളതാണ് അർത്ഥമാക്കുക. അപ്പം നമ്മൾ ശത്രുക്കളെ പോലും സ്നേഹിക്കണം. നമ്മൾ ഉപദ്രവിക്കുന്നവരെ അല്ലെ വെറുക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ സാധാരണ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എപ്പോഴും ഓർത്ത് നോക്കും. ശത്രുക്കളെ നമുക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റുമോ? ശത്രുക്കളായി കണ്ടാൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയല്ല, മാനുഷികമായിട്ട് പറഞ്ഞാൽ. എന്നാൽ ക്രൈസ്തവമായ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പം നമ്മൾ ശത്രുക്കളെന്ന് കണക്കാക്കുന്നവർ ദേ ആർ അവർ ബെനഫാക്ടേഴ്സ് ആക്ച്വലി. എന്തുകൊണ്ടാണ്? നമുക്ക് തിന്മ ചെയ്യുന്ന ആ തിന്മയെ നമ്മൾ നല്ല അർത്ഥത്തിലെടുത്താൽ അവർ നമ്മുടെ വിശുദ്ധീകരണത്തിന് ഉപകരണമായി തീരുക. സേ ഫോർ എക്സാമ്പിൾ ദ എക്സാമ്പിൾ ഓഫ് ജോൺ ഓഫ് ദ ക്രോസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ട്. സ്വന്തക്കാരുടെ കൂടെയുള്ളവരുടെ നമുക്ക് സഹനങ്ങളുണ്ടായിരുന്നു. ഞാൻ പറയാം, ആ സഹനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനാക്കിയത്. അങ്ങനെ കുറേ പേര് ദ്രോഹിക്കാനില്ലായിരുന്നെങ്കിൽ അദ്ദേഹം വിശുദ്ധനാകുമായിരുന്നെന്ന് ഞാൻ സംശയിക്കും. അപ്പം ഞാൻ പറയുന്നതിന് അർത്ഥം ആർക്കും നമുക്ക് ഉപദ്രവിക്കാൻ പറ്റിയല്ല. നമ്മൾ ഉപദ്രവിക്കുന്നവരൊക്കെ നമ്മൾ നല്ല അർത്ഥത്തിൽ നമ്മൾ ബെനഫാക്ടേഴ്സാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവരൊക്കെയാണ് നമ്മൾ വിശുദ്ധരാക്കിയത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അവരെ സ്നേഹിക്കണമെന്ന് ഈശോ പറയും. ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ കാണാനായിട്ട് സാധിക്കുക. രണ്ടാമതായിട്ട് മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കുകയില്ല. അത് സാധിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ആത്മാവിനെ അവർക്ക് നൽകും, അവരെ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പഠിപ്പിക്കും. ആത്മാവിനെ നൽകും. ഒരു പുതിയ കൽപ്പന ഞാൻ നൽകാൻ പോകുകയാണ് അവർക്ക്, സ്നേഹത്തിൻ്റെ കൽപ്പന. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളെയും ദ്വേഷിക്കുന്നവരെയും എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. മാനുഷികമായിട്ട് പറ്റുകയില്ല. അപ്പോൾ കർത്താവ് വന്നത് നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ നൽകി സ്നേഹത്തിൻ്റെ കൽപ്പന ഹൃദയത്തിൽ എഴുതി വെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനായിട്ട്. അതും എങ്ങനെ ജീവിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഞാൻ സ്വയം സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയല്ല, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ. കർത്താവ് സ്നേഹിച്ചത് എങ്ങനെയാണ്? ശത്രുക്കളെ പോലും സ്നേഹിച്ചുകൊണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ ഉയരാനായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമുക്കൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഞാൻ വെറുതെ നിയമം മാത്രം അനുസരിച്ച് ആ യുവാവ് പറഞ്ഞതുപോലെ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ട് എന്നൊരു നീതീകരണത്തിൻ്റെ മനോഭാവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതിലും ഉപരിയായിട്ട് സ്നേഹം എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ ചെയ്യാനായിട്ട് എപ്പോഴും കാണുന്നുണ്ട്. സഹോദരന് വിശന്നു, അപ്പോൾ അതുകൊണ്ടല്ലേ അന്ത്യവിധി ചോദിക്കില്ല, എപ്പോഴാണ് വിശന്നത്, എപ്പോഴും ദാഹിച്ചത്? കണ്ണ് തുറന്നില്ലായിരുന്നു. സ്നേഹത്തിൻ്റെ കണ്ണുകൾ തുറന്നെങ്കിൽ ആ ധനവാനായ മനുഷ്യൻ ലാസറിനെ സഹായിക്കാതിരിക്കില്ല. ആ സ്നേഹത്തിൻ്റെ കണ്ണുകൾ, ഉൾക്കണ്ണുകൾ തുറന്ന് ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. അതോടൊപ്പം പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആത്മാവിനെ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. ഈശോ എന്ന് പറഞ്ഞു, ഇങ്ങനെ ശത്രുക്കളെയൊക്കെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ സ്വർഗസ്നായ പിതാവിൻ്റെ മക്കളായി തീരുകയാണ്. സ്വർഗസ്നായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ കരുണയുള്ളവരായിരിക്കുക. നമുക്കൊരു ജീവിത മാതൃക നൽകി. എങ്ങനെയാണ്? സ്വർഗസ്നായ പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വരണമെങ്കിൽ ഈശോ സ്നേഹിച്ചതുപോലെ നമ്മൾ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഒരു നീതീകരണത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ നന്മയും നേരുന്നു. നമ്മുടെ പ്രാർത്ഥന നമുക്കിനിയും ശക്തമായിട്ട് തുടരണം. കോവിഡിൻ്റെ ഈ പാൻഡമിക്കിൽ നിന്ന് നമ്മളെല്ലാവരും ഏറ്റവും വേഗത്തിൽ വിമുക്തരാകാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവർക്കും നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള എല്ലാവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തക്കുസ്ത തിരുനാളിൽ സ്ലിഹന്മാരുടെ മേൽ തീനാളുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലിഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കുദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ലീഹന്മാർക്ക് പ്രത്യാശവും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യവസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശവും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. സ്നേഹപിതാവായ ദൈവമേ, ഉണ്ണീശോയുടെ വളർത്തു പിതാവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിരക്ത ഭർത്താവുമായ മാറോസ പിതാവിന്റെ മാതൃക അനുകരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവം തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥ സഹായത്താൽ ഈശോയിൽ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രൂപത്തിൽ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങൾ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമാം വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനുമതുപോ ആത്മജനും ദിവ്യരോഗായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിടാ പാവനമീ ബലിയിൽ
ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുടയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിതരായിടുവാ. തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ
പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം
നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുഭവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായി നീക്കുംപിട്ട് ആരാധിക്കുന്നു. അഗ്നിമേന്മാരും രൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോബയന്മാരുടെ ശ്രാപ്പന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാൻ, വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നല്ല പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ഇതിനെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമൃതമായ ആത്മാവോടും അർത്ഥമായ ശരീരത്തോടു കൂടി പരിപൂർണ മനുഷ്യനായി ഇസ്രയേൽ നിജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നുകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമാം വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിനുമേൽ അങ്ങയുടെ അപേക്ഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനവും സമർത്ഥമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതനും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരോടും ഒന്നിച്ച്
സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിനിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയവനെ ശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും. ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ലേഹന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഹമാരോടുകൂടി ഹല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങ് എൻ്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങനെ ദൈവദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലിവഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി.
വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാ നൽകി റൂഹാദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവ സ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുമ്പിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികള തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി, ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുമേ സ്തുതി. നിങ്ങൾ സ്വീകരിക്കുവാൻ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ തിരുഹൃദയ വണക്കം ചെയ്യും. ആരാധനയ്ക്ക് യോഗ്യമായ ഈശോയുടെ ദിവ്യഹൃദയമേ, സമാധാനത്തിന്റെ ആലയമേ, അങ്ങേ വിനയ സ്വഭാവത്തെയും ക്ഷമയെയും ഓർത്ത് ധ്യാനിക്കുവാൻ എൻ്റെ ആത്മസ്ഥിതി ഏറ്റവും നിർഭാഗ്യാവസ്ഥയിലായിരിക്കുമെന്നറിഞ്ഞ് ഖേദിക്കുന്നു. മാധുര്യം നിറഞ്ഞ എൻ്റെ രക്ഷിതാവിൻ്റെ ദിവ്യഹൃദയമേ, ദുർഗുണങ്ങളാൽ നിറഞ്ഞെൻ്റെ ഹൃദയത്തെ മാറ്റി ഇതിൽ അങ്ങേ ദിവ്യഹൃദയത്തിലെ വിനയശീലം ധാരാളമായി നൽകണമെന്നും അങ്ങേ അനന്തമായ ക്ഷമയെയും വിനയശീലത്തെയും ഓർക്കുവാൻ എന്നെ സഹായിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സുഹൃദേവം വിനയശീലത്തിന് മാതൃകയായ ഈശോയുടെ തിരുഹൃദയമേ, വിനയശീലത്തിന് മാതൃകയായ ഈശോയുടെ ഹൃദയമേ, എനിക്ക് വിനയശീലം തന്നരുളണമേ. എനിക്ക് വിനയശീലം തന്നരുളണമേ. Holy Eucharist is the source and summit of the Christian life. We indeed receive the power from this. To have a more clear understanding of Holy Kurbana, our Diocesan Catechetical Department would dedicate this year as the year of Holy Kurbana. And since the whole Catholic Church has dedicated this year as the year of Saint Joseph,
We are blessed to have this year dedicated co-jointly to the Holy Kurbana and Saint Joseph. Now it is the time to unveil the logo of this catechetical year. In John chapter 8, verse 12, we see, I am the light of the world. Whoever follows me will never walk in darkness, but will have light of life. Let us ask the help of Jesus, the eternal light. As a symbolic representation, let us light the lamp and inaugurate this new catechetical year. Let us remain prayerful and pray. O Lord, be a lamp unto my feet and light to my path. Now, calling upon our loving Bishop to light the lamp and inaugurate this catechetical year. Dear children, as we enter into this new catechetical year, let us ask the help of our Lord. Now we are going to recite a prayer. Therefore, light your candles, stand in front of a family altar, and pray this prayer along with your parents. Let us pray. Lord Jesus, we, your children, together with our parents, are gathered before you to listen to your words and learn from you. O Lord, bless our parents, teachers, and all those who are helping us in our spiritual growth and faith formation. We thank you, Lord, for giving us this opportunity to get our catechism lessons when we are confined to our homes. Bless all those who are worked for the preparation of the lessons, especially for the loving concern of our Bishop, Mar Thomas Silvanal, and the Catechism Department of our diocese. Almighty God, we earnestly pray for our brothers and sisters all over the world who are suffering from COVID-19. Strengthen and bless all those who are working and serving the sick and afflicted. Let the sick experience your healing touch through the dedicated service of all the health workers all over the world. Lord, bless each one of us so that we always remain obedient to our parents and follow you throughout our life. We place all our dear ones, especially who are away from us, for your loving protection. Blessed Mary and Saint Joseph, pray for us, your dear children. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as in heaven.
Give us this day our daily bread. Forgive us our sins as we forgive those who sin against us. Do not bring us to the test, but deliver us from evil. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you among women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. This year, we would be starting special classes for the special needs children and their parents. Dear children, parents, and catechism teachers, let us pray for them too. Now, we would be reciting a small prayer. Let us offer all the children with special needs into the hands of our Lord. God of mercy and compassion, in Jesus Christ, you cared for those who are blind or deaf, crippled or slow to learn. Though all of us need help, give special care to those who are differently abled, particularly those we name in silence. By our concern, may they know the love you have for them and come to trust you through Jesus Christ, who came to heal. Amen. Blessed Virgin Mary, Pray for us. Saint Joseph, Pray for us. Saint Germain, Pray for us. loving parents, teachers, and dear children in Christ Jesus. It has definitely been a very long period of vacations in which we were all confined to the walls of our home. But now it is time to break up our shells and open up with a firm hope, ardent faith, and strong enthusiasm as we are to enter into a new catechetical year from today. When we kick off this new catechetical year, we are reminded of the equal responsibility which we share in transmission of faith. The faith which we have received from our ancestors is to be taken ahead till the end of the time by preserving its pristine purity. At this point, I would take the words of Pope Francis when he recently spoke to the parents in Milan. He said, "The little eyes of your children gradually memorize and interpret with the heart that faith is one of the greatest inheritance they have received from you. And if you hand on the faith and live it well, that is where the transmission happens." Here Pope Francis reminded us that family is the vital role in the transmission of faith. Each family is obliged to render a Catholic faith formation to their children. The faith formation should be sustained by family prayer, Catholic traditions, basics of catechism,
Marian devotion, participation in church activities, and Holy Kurbana. Let us make this catechetical year a more effective and a participatory one. As we celebrate this year as the year of Holy Kurbana and Saint Joseph, let us be close to Eucharistic Lord and gain the strength from Him by seeking the intercession of Saint Joseph and Mother Mary. Wishing you all God's abundant graces and blessings. May God bless each one of you. പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി. പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ഘോരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ, ഘോരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ യേശുനാഥനു കാവലായി കൂടെ നിന്നവനേ. യേശുനാഥനു കാവലായി കൂടെ നിന്നവനേ. എൻ്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എൻ്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി. പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധി. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ.